അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ വഹാബികൾ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന, സുന്നികൾക്കെതിരെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് നേർച്ചകളുടെ പേരിൽ നടക്കുന്ന അനാചാരങ്ങൾ. ഈ അനാചാരങ്ങൾ മുഴുവനും സുന്നികളാണ് ഇതിന് കാരണക്കാർ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും നേർച്ചകൾ നടക്കാറുണ്ട്. ചന്ദനക്കുടം നേർച്ച, പട്ടാമ്പി നേർച്ച, അങ്ങനെ പല പേരിലുള്ള നേർച്ചകൾ നമ്മുടെ നാട്ടിൽ നടക്കും. നേർച്ചകൾ പൊതുവേ നമ്മുടെ നാട്ടിൽ രണ്ട് രൂപത്തിലാണ് നടക്കുന്നത്. അതിലൊന്ന് നമ്മൾ സുന്നികൾ നടത്തുന്ന നേർച്ചകളുണ്ട്. മമ്പുറത്തെ നേർച്ച വർഷാവർഷം വളരെ ഗംഭീരമായിട്ട് നടത്തുന്ന നേർച്ചയാണ്. അതുപോലെ പല സ്ഥലങ്ങളും നടത്തുന്നുണ്ട്. അവിടെ ഒന്നും തന്നെ ഇത്തരം അനാചാരങ്ങൾ നേർച്ചയിൽ നടക്കാറില്ല. അവിടെ 5-8 ദിവസം നീണ്ടു നിൽക്കുന്ന നേർച്ചയാണ്. അതിൽ ഓരോ ദിവസവും ഓരോ ഉസ്താദുമാർ വന്ന് മതപ്രഭാഷണങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് നടക്കുന്ന പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ അവിടെ അന്നദാനം, മൗലിദ് പാരായണം, ഇങ്ങനെ ഈ ഒരു രീതിയിൽ നടന്നു പോകുന്ന നേർച്ചകൾ അതും നമ്മുടെ നാട്ടിലുണ്ട്. രണ്ടാമത്തൊരു നേർച്ച എന്ന് പറയുന്നത് ഈ പറയപ്പെട്ടതുപോലെയുള്ള ചന്ദനക്കുടം നേർച്ച. അവിടെയും മൗലൂദും മതപ്രഭാഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ കൂടെ അവിടെ അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ കൊട്ടും പാട്ട്, അതുപോലെ തന്നെ ആന ഹറാമാണെന്നല്ല ഞാൻ പറയുന്നത്. ആന ഒക്കെ കൊണ്ട് നടന്ന് അതിൽ കരിമരുന്ന് പ്രയോഗം, പിന്നെ അതുപോലെ തന്നെ DJ, ആണും പെണ്ണും കൂടി കലരുന്നു, ഇത്തരം രീതിയിലുള്ള നേർച്ചകളും, ഇങ്ങനെ രണ്ട് രീതിയിലുള്ള നേർച്ചകളാണ് നടക്കുന്നത്. ഇതിൽ സുന്നികൾ നടത്തുന്ന നേർച്ച ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. മമ്പുറത്തെ നേർച്ച പോലെയുള്ള ഒരുപാട് നേർച്ചകൾ പല സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട്. അതാണ് സുന്നികൾ നടത്തുന്നത്. മറ്റുള്ള നേർച്ചകളിൽ നടക്കുന്ന അനാചാരങ്ങൾ, ഈ പറയപ്പെട്ടതുപോലെ കരിമരുന്ന് പ്രയോഗങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നു, പിന്നെ അതുപോലെ തന്നെ ആണും പെണ്ണും കൂടിക്കലരുക, ഇങ്ങനെയൊക്കെ നടത്തുന്ന ചന്ദനക്കുടം നേർച്ചകൾ നടത്തുന്നതിൻ്റെ പിന്നിൽ വഹാബികൾ തന്നെയാണ്. വഹാബികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അവർ ഇതിനെ ആളുകൾക്കിടയിൽ, സുന്നികൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല പരിശ്രമം അവർ നടത്തുന്നുണ്ട്. സുന്നി പണ്ഡിതന്മാർ കാലാകാലങ്ങളായിട്ട് ഇത്തരം നേർച്ചകൾ പാടില്ല എന്ന് എല്ലാ പണ്ഡിതന്മാരും, അത് സംഘടനാ വ്യത്യാസമില്ലാത്ത എല്ലാ പണ്ഡിതന്മാരും പറയുന്ന കാര്യമാണ്. ഈ നേർച്ചകൾ പാടില്ല. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, പല സ്ഥലങ്ങളിലും ആനയടഞ്ഞ് ഒരുപാട് ആളുകൾ, മുമ്പ് ആനയടഞ്ഞിട്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല അപകടങ്ങളും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത് തന്നെ പട്ടാമ്പിയാണെന്നാണ് എനിക്ക് ഓർമ്മ, അവിടെ അതുപോലെ ആനയടഞ്ഞ് ഒരുപാട് ആളുകൾക്ക് പല പരിക്കും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, സുന്നി പണ്ഡിതന്മാർ കൃത്യമായിട്ട് ഇതിൻ്റെ നയം, നിലപാട് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇത് പാടില്ല എന്ന്. എന്നിട്ടും ഇത് നടത്തുന്നത് സുന്നികൾ ഒരിക്കലും അങ്ങനെ ഒരു പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം പരിപാടികളിൽ നിന്ന് സുന്നികൾ മാറി നിൽക്കും. പക്ഷേ ഇത് നടക്കണം, ഇതൊരിക്കലും ഇവിടെ നിൽക്കാൻ പാടില്ല. ഇത്തരം നേർച്ചകൾ, ഈ ചന്ദനക്കുടം പോലെയുള്ള നേർച്ചകൾ നടക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ളത് ആ നാട്ടിലെ വഹാബികൾക്കാണ്. അവർ ഇതിന് വേണ്ട എത്ര വലിയ സാമ്പത്തികം ഇതിന് വേണമെങ്കിലും അവർ ചെയ്തു കൊടുക്കും. അവർ മുന്നിട്ട് ഇറങ്ങൂല, പക്ഷെ അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും സഹായങ്ങളും സാമ്പത്തികമായിട്ടും അല്ലാതെയുമുള്ള സഹായ സഹകരണങ്ങൾ നൽകി അതിന് വേണ്ടി ഒത്താശ ചെയ്യുന്നതിന് പിന്നിൽ വഹാബികൾ മാത്രമാണ്. സുന്നികൾ ഒരിക്കലും അത്തരം നേർച്ചകൾക്ക് മുന്നിട്ട് നിൽക്കുന്നില്ല. ഇതെന്തിനാണ് ഇവർ ഇതിന് വേണ്ട സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വഹാബികൾക്ക് കൃത്യമായിട്ടൊരു നിലപാട് ഈ വിഷയത്തിലുണ്ട്, ഇത് നിൽക്കാൻ പാടില്ല എന്നുള്ളത്. ആകെ ഇവർക്ക് സുന്നികൾക്കിടയിൽ പ്രചരിപ്പിക്കാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ സുന്നികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർ ഉപയോഗിക്കുന്ന ഒരു കാര്യം ഇത്തരം നേർച്ചകളാണ്. വേറൊന്നും ഇവർക്ക് സുന്നികളുടെ മേൽ ആരോപണമില്ല. ഈ ഒരൊറ്റ കാര്യം മാത്രമാണ്. അപ്പോൾ ഇതുകൂടെ നിർത്തലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നുമില്ല ഇവിടെ പറയാൻ സുന്നികൾക്ക് നേരെ. കാര്യമായിട്ട് കണ്ടില്ലേ, നേർച്ചയാണ് ഈ നടക്കുന്നത്, ഇതാണ് മക്ബറയിൽ നടക്കുന്നത്, ഇതാണ് മഹാന്മാരുടെ പേരിൽ നടക്കുന്നത്, ഇതാണ് ഇസ്ലാം, ഇതാണ് സുന്നി, ഇതാണ് സമസ്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ഇത്തരം ചന്ദനക്കുടം നേർച്ചകൾ. ഇതാരാ നടത്തുന്നത്? ഇവർ തന്നെയാണ്. ഈ പ്രചരിപ്പിക്കുന്ന, ഈ ആരോപണം ഉന്നയിക്കുന്ന വഹാബികൾ തന്നെ പൈസ കൊടുത്തിട്ട് ഇത് നടത്തിയിട്ട് ഇത് വീഡിയോ എടുത്തിട്ടും അല്ലാതെയും ഒക്കെ ആയിട്ട് പ്രചരിപ്പിക്കുക. ഇതാണ് സുന്നി അല്ലെങ്കിൽ ഇതാണ് സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആരോപണം. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ സാധുക്കളെ അന്നം മുട്ടും. മാത്രമല്ല ഇവർക്ക് സുന്നികളുടെ മേൽ ആരോപണം ഉന്നയിക്കുക പിന്നെ ഇവിടെ വേറെ ഒന്നും ഉണ്ടാവില്ല.
അപ്പോൾ ഇത് നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് ഏറ്റവും വലിയ ആവശ്യം വഹാബികൾക്കാണ്. അവരാണ് ഇതിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്യുന്നത്. അപ്പോൾ സുന്നികൾക്കിടയിൽ തന്നെ പല ആളുകളും തെറ്റിദ്ധരിച്ചവരുണ്ട്. ഇത് ഈ നേർച്ചയൊക്കെ എന്താ നിർത്തലാക്കാത്തത്? ഉസ്താദുമാർ ഇങ്ങനെ വയലു പറയുമ്പോൾ പറയാറുണ്ട് ഇത് പാടില്ല, തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും എല്ലാ വർഷവും ഇത് നടക്കുന്നുണ്ടല്ലോ എന്താണെന്ന്. ഇത് ഇവരാണ് നടത്തുന്നത്, ഇവർക്കത് ഇവിടെ നിർത്താൻ പാടില്ല. അപ്പോൾ നമ്മൾ കരുതുന്നത് പോലെ എല്ലാ കാര്യങ്ങളും സുന്നികൾ തന്നെ നടത്തുന്നതാണ്, അല്ലെങ്കിൽ സുന്നികൾ ഈ വക കാര്യങ്ങളൊന്നും ഉസ്താദ് പണ്ഡിതന്മാർ പറയുന്നത് അനുസരിക്കുന്നില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഇത്തരം അനാചാരങ്ങളുടെയൊക്കെ പിന്നിൽ എന്തെല്ലാം സപ്പോർട്ട് വേണോ അതൊക്കെ കൊടുത്തുകൊണ്ട് ഇത്തരം അനാചാരങ്ങൾ ഇവിടെ നിലനിർത്തുന്നതും ചെയ്യുന്നതുമിൻ്റെയും പിന്നിൽ വഹാബികളാണ്. എത്ര പണം കൊടുത്തുകൊണ്ടും അവരിത്തരം പരിപാടികൾ നടത്തിക്കൊണ്ടു പോകും.